ഈ പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിൽ ചൊവ്വാഴ്ചയാണ് പൾസറിന് ജാമ്യം കിട്ടിയത്. ഈ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ച് അപേക്ഷ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ജാമ്യവ്യവസ്ഥയെ ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് വിചാരണ കോടതിയാണ്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ ഈ ജാമ്യം നൽകി, പക്ഷേ പൾസറിന് പുറത്തിറങ്ങുക എന്നത് നിരവധി കടമ്പകൾ കടന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റു ചില കേസുകളുണ്ട്, ചില വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടായിരിക്കും. പ്രധാനപ്പെട്ട കേസാണ്. കോടതി പറഞ്ഞത് വിചാരണ തടവുകാരനായി തന്നെ ഇത്രയധികം കാലയളവ്, ഏതാണ്ട് തടവിന് പകുതിയിൽ അധികം വർഷം കിടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രോസിക്യൂഷൻ വാദമുണ്ടായിട്ടും കോടതി ജാമ്യം അനുവദിച്ചത്. ഇനി എന്തൊക്കെ കടമ്പകളാണ് പൾസർ സുനിക്ക് മുന്നിലുള്ളത് ജാമ്യം കിട്ടാൻ? രഞ്ജിത്ത്, ഈ ജാമ്യ വ്യവസ്ഥ സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിയോട് ആവശ്യപ്പെടാം. അതുപോലെ ജാമ്യ വ്യവസ്ഥകളെ പറ്റി വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയോട് ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിൽ കിടക്കുകയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിചാരണ കോടതികളെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ച ഒരു സാഹചര്യമുണ്ടായി. 7.5 വർഷം ഒരാൾ വിചാരണ തടവുകാരനായി ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഇതിന് അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതികൾ നേരിട്ടത്. മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. ഇതിപ്പോഴെങ്ങും അവസാനിക്കുന്ന കേസല്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് ഇക്കാര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് എങ്ങനെയായിരുന്നു? ഒരാഴ്ചക്കകം വിചാരണ കോടതികൾ പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പൾസർ സുനി ജാമ്യാപേക്ഷ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസം ഈ കേസിലെ തന്നെ, നടിയെ ആക്രമിച്ച കേസിലെ തന്നെ 8ാം പ്രതിയായ ദിലീപിന്റെ അഡ്വക്കേറ്റ് ഇങ്ങനെ വിചാരണ ചെയ്ത് വിസ്തരിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര നീണ്ട വിസ്താരത്തിന് വിധേയമാക്കിയത്, ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നും മാത്രമല്ല, ഈ പൾസർ സുനിയുടെ അഡ്വക്കേറ്റും സുപ്രീം കോടതിയിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സർക്കാർ പോലും ആ കാര്യത്തിൽ എതിർത്തില്ല, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും സർക്കാർ പോലും അതിനെ ചോദ്യം ചെയ്തില്ല എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിചാരണ കോടതിക്ക് മുൻപാകെ സർക്കാരിന് ക്ലോസ് വെക്കാമെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ നൽകരുത്, അത് സമൂഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, സമൂഹത്തിന് ഭീഷണിയാകും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതിക്ക് മുൻപാകെ എന്ന ആശങ്കകൾ കോടതിക്ക് മുൻപാകെ വെച്ചിരുന്നെങ്കിൽ പോലും കോടതി അത് മുഖവിലക്കെടുത്തില്ല. പക്ഷെ പകരമേ പറഞ്ഞത് ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാരിന്റെ വിചാരണ കോടതികളോട് കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ നൽകാൻ ആവശ്യപ്പെടാമെന്നൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിചാരണ തടവുകാരൻ ഈ 7.5 വർഷക്കാലം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്ത് തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചത് മറ്റു ചില കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ 2017 ഫെബ്രുവരി 23 മുതൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത എന്നല്ല, ജാമ്യം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഏതൊക്കെ ഉപാധികളോട് കൂടിയാണ് ജാമ്യം നൽകുക എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പൾസർ സുനിക്ക് നിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന്. കൂടാതെ ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചതിനും അതുപോലെ തന്നെ മോഷണ കേസിനും ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. പുറത്തിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ പ്രധാനപ്പെട്ട കേസിൽ ജാമ്യം കിട്ടും.